السلام عليكم ورحمة الله وبركاته. الحمد لله الذي ألهمنا الدعاء ليقربنا إليه ومنحنا العافية لنزداد إقبالا عليه، والصلاة والسلام على نبينا محمد صلى الله عليه وسلم قدوة الذاكرين وعلى آله وصحبه والتابعين. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദുആ, ആ ദുആയുടെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും വിശദീകരണവുമാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ മുടങ്ങാതെ നിർവഹിക്കേണ്ടുന്ന അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ, ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് നമുക്ക് ഇന്ന് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല, അവിടുന്ന് പറയുന്നു, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തുർ ഔറാതി وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ ദുആ ധാരാളം മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂദാവൂദ് റഹിമഹുല്ലാ അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഈ കേട്ട് കഴിഞ്ഞത്. സുഹൃത്തുക്കളെ, ഇവിടെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ കാര്യം ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഈ ഹദീസിൽ തുടങ്ങുന്നത് തന്നെ എന്തു പറഞ്ഞുകൊണ്ടാണ്? മഹാനായ സഹാബി അബ്ദുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ പറയുകയാണ്, ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹഉലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹു. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ദുആകൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഒരു കാരണവശാലും അവിടുന്ന് അത് ഒഴിവാക്കാറില്ല. ഹീന യുംസി വഹീന യുസ്ബിഹു. വൈകുന്നേര സമയത്താണെങ്കിലും അത് മുടങ്ങാതെ പറയും, പ്രഭാത സമയത്താണെങ്കിലും അത് മുടങ്ങാതെ പറയും. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ എത്ര തിരക്കുള്ള ആളായിരുന്നു. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ജീവിതത്തിൽ തിരക്ക് പിടിച്ചൊരു വ്യക്തിത്വം വേറെ ഉണ്ടായിരുന്നോ? അവിടുന്ന് യുദ്ധം നയിക്കണം, അതിന്റെ സേനാനായകനാണ്, രാജ്യത്തെ ഭരണാധികാരിയാണ്, പള്ളിയിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമാണ്, അതേപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങളിൽ പരിഹാരം കാണുന്ന കോർട്ടിലെ ജഡ്ജിയാണ്, അതേപോലെ തന്നെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ. കുടുംബജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ 10-11 ഭാര്യമാരുടെ ഭർത്താവാണ്, പേരക്കുട്ടികളുടെ വല്ലിപ്പയാണ്, മക്കളുടെ ബാപ്പയാണ്. എന്തെല്ലാം രൂപത്തിലുള്ള തിരക്കുകൾ പിടിച്ച മഹാവ്യക്തിത്വമായിരുന്നു. ജീവനേക്കാൾ ഏറെ നാം സ്നേഹിക്കേണ്ടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ബിസി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചാണ് ഇവിടെ സഹാബത്ത് പറയുന്നത്. നമ്മളൊക്കെ ദിക്റുകളൊക്കെ ചൊല്ലിയോ? ഇന്നത്തെ ദിക്റ് ചൊല്ലിയോ? ഇന്ന് ചൊല്ലാനുള്ള ദിക്റുകളും ദുആകളും നിർവഹിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, കഴിഞ്ഞിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, തിരക്കാണ് ഞാൻ, യാത്രയിലാണ് ഞാൻ, ഡ്യൂട്ടിയിലാണ് ഞാൻ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാർക്കറ്റിലാണ് ഞാൻ, ബിസിനസ്സിലാണ് ഞാൻ, ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഞാൻ, ടെൻഷനിലാണ് ഞാൻ എന്നൊക്കെ എന്തെല്ലാം കാരണം പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ദിക്റുകളും ദുആകളും ഒഴിവാക്കുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ ഇതാ ഇന്ന് സൂര്യാസ്തമനത്തിന്റെ തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ ശേഷമെങ്കിലും പ്രിയമുള്ളവരെ, ഈ പറയാൻ പോകുന്ന ദുആ നമ്മൾ ചൊല്ലാറുണ്ടോ, ചൊല്ലിയിട്ടുണ്ടോ?
അവരവരോട് ചോദിക്കുക, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂല് ഒരു കാരണവശാലും ഈ ദുആ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. എല്ലാ വൈകുന്നേരവും എല്ലാ രൂപത്തിലുള്ള പകലുകളിലും നോക്കൂ, യുദ്ധത്തിലാണെങ്കിലും യാത്രയിലാണെങ്കിലും സുഖത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും ദുഃഖത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലും മുടങ്ങാതെ നിർവഹിച്ചിട്ടുണ്ട്. നമ്മളോ ഇന്ന് വരെ അത് നിർവഹിച്ചോ എന്ന് സ്വന്തത്തോട് ചോദിക്ക്. ഇന്ന് നിർവഹിച്ചോ സ്വന്തത്തോട് ചോദിക്ക്. നമ്മിൽ എത്ര പേർക്ക് അത് അറിയാം? സ്വന്തത്തോട് ചോദിക്ക്. നമ്മുടെ ഭാര്യക്കറിയാമോ? ഭർത്താവിനറിയാമോ? മക്കൾക്കറിയാമോ? അത് പ്രവൃത്തിപഥത്തിലുണ്ടോ? പ്രിയമുള്ളവരെ, ഇനി കേൾക്കാൻ പോകുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي. അത് വിശദീകരിക്കാൻ ദിവസങ്ങൾ വേണം പ്രിയമുള്ളവരെ. എത്ര വലിയ അർത്ഥവത്തായ ദുആയാണത് എന്നറിയോ? ഒരു കാലഘട്ടത്തിന്റെ ഏത് കാലഘട്ടത്തിൽ മനുഷ്യന്റെ പേടിയുള്ള കാലത്തും അവന് സമാധാനമുള്ള കാലത്തും സമാധാനാന്തരീക്ഷത്തിലും അതുപോലെ തന്നെ പ്രയാസങ്ങൾക്ക് നടുവിലുമൊക്കെ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ദിക്റാണ് ഈ പറയുന്നത്, ദുആയാണ് ഈ പറയുന്നത്. ചുരുങ്ങിയ നിലക്കൊരു വിവരണം നൽകാനല്ലേ നമുക്ക് സാധിക്കൂ. അല്ലാഹുവേ ഇന്നി അസ്അലുകൽ ആഫിയ, ഞാൻ നിന്നോട് ആഫിയത്ത് ചോദിക്കുകയാണ്. ആഫിയത്തിന് ചോദിക്കുകയാണ് അല്ലാഹുവേ ഞാൻ. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് ആഫിയത്ത് തരണേ. എന്താണ് ആ ചോദിക്കുന്നത്? ആഫിയത്ത്, ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും പ്രധാനമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നേക്കാൾ 2 വയസ്സ് മാത്രം മൂത്ത ഒരു പിതൃവ്യനുണ്ടായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം നബിയേക്കാൾ 2 വയസ്സേ പ്രായമുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പമാരിൽപ്പെട്ട ഒരെളാപ്പയാണത്. മരണപ്പെടുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് 88ാമത്തെ വയസ്സിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന അള്ളാഹിന്റെ റസൂലിന്റെ എളാപ്പ വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. ആ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ എപ്പോഴും അള്ളാഹിനോട് ചോദിക്കാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരൂ. നബി തങ്ങൾ മറുപടി പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹിനോട് ആഫിയത്തിന് ചോദിച്ചോ, ആരോഗ്യത്തെ ചോദിച്ചോ, ആഫിയത്തിന് ചോദിച്ചോ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനത് നബി തങ്ങളിൽ നിന്ന് കേട്ടതിന്റെ ശേഷം പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ എനിക്കൊരു ദുആ കൂടി പഠിപ്പിച്ചു തരൂ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, യാ അമ്മി, എന്റെ പ്രിയപ്പെട്ട എളാപ്പ, സലുല്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിച്ചോളൂ. ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആഖിറത്തിലെ ആഫിയത്ത് എന്താ? പരലോകത്ത് വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മരണനേരം മുതൽ നമുക്ക് അനുഭവിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മരണത്തിന്റെ വേദനയുണ്ട്. മരണാനന്തരം ഖബറിൽ കൊണ്ടുപോയി വെച്ചാലുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഖബറകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളുമുണ്ട്. മഹ്ശറിലേക്കുള്ള യാത്രാവേളയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മഹ്ശറിൽ നിൽക്കേണ്ടുന്ന ഒരുപാട് ഭീകരമായ ദൃശ്യങ്ങളുണ്ട്, അന്തരീക്ഷമുണ്ട്. റബ്ബിന്റെ കോടതിയിൽ നടക്കുന്ന വിചാരണക്ക് നിന്നുകൊടുക്കേണ്ടുന്ന വലിയ വലിയ പ്രയാസത്തിന്റെ ഘട്ടങ്ങളുണ്ട്. സിറാത്ത് പാലം ഭേദിച്ച് കിടക്കേണ്ടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. എല്ലായിടത്തും എനിക്ക് സൗഖ്യം തരണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ, ദുനിയാവിൽ തരണം, എനിക്ക് ആരോഗ്യം തരണം, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്. റബ്ബേ, ഞാൻ നിന്നോട് ഇതാ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം അടുത്ത ഭാഗത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. നോക്കൂ, നിങ്ങൾ അടുത്ത ഭാഗമാണത്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ അഫ്വ, വിട്ടുവീഴ്ച നീ എന്നോട് ചെയ്യണേ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. മായ്ച്ചു കളയണം അല്ലാഹ്. അഫ്വ് എന്ന് പറഞ്ഞാൽ അൽ മഹ്വു അനിസ് സയ്യിആത്ത്, പാപങ്ങളും മായ്ച്ചു കളയലാണ്. റെക്കോർഡിൽ പോലും അത് ഉണ്ടാകരുത്. അങ്ങനെ എന്റെ പാപങ്ങൾ നീ മായ്ച്ചു കളയണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ, ആരോഗ്യം സൗഖ്യം തരണം.
ഏതൊക്കെ കാര്യങ്ങളിൽ സൗഖ്യം ഇനി ആദ്യം പൊതുവെ ചോദിച്ചിട്ട് ഇനി പ്രത്യേകം എടുത്ത് ചോദിക്കുന്നു എന്ന് പഠിക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി. എന്റെ ദീനിൽ ഒരു കുഴപ്പമുണ്ടാകരുത്. ദീനിലെ ആഫിയത്ത് നിലനിൽക്കലാണ് വലിയ തൗഫീഖ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? ഹിദായത്ത് കിട്ടലാണ്. ദീനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കലാണ്. ഹിദായത്ത് നിലനിൽക്കലാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നു, അബൂബക്കറെ, എപ്പോഴും അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കണം. എന്തേ കാരണമെന്നറിയാമോ? ഒരു മനുഷ്യന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഈമാനും യഖീനും ഹിദായത്തും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവന് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്തുള്ള ഒരു ശരീരം ഉണ്ടാവുക, ആഫിയത്തുള്ള ഒരു ദീനുണ്ടാവുക, ആഫിയത്തുള്ള ഒരു മനസ്സുണ്ടാവുക. ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ പോയി. നല്ല സുന്ദരനായിട്ട് കാര്യമില്ല, നല്ല ആരോഗ്യമുള്ള ബോഡിയായിട്ട് കാര്യമില്ല, എന്തായിട്ടും കാര്യമില്ല. ദീനിൽ പിഴച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ തകർന്നു പോയി, അവിടെ നമ്മൾ നശിച്ചു പോയി. ആദ്യത്തെ ചോദ്യം അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി. ദീനിൽ മുസീബത്ത് ബാധിക്കാതിരിക്കാനാണ്, ദീനിൽ നല്ല ആരോഗ്യം തരണം എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്തത് വദുന്യായ, എന്റെ ദുന്യാവിലും. ദുന്യാവിൽ മരിക്കുവോളം ജീവിക്കുന്നതിൻ്റെ ഇടക്ക് മാരക രോഗങ്ങളൊന്നും ഉണ്ടാവരുതേ. ഒരുപാട് രൂപത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മൾ പേടിച്ച് നടക്കുന്നുണ്ട്. ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ വരെ നമുക്ക് പേടിയാണ്. എന്തൊക്കെ റിസൾട്ടാ വരികയെന്ന് പേടിയാണ്. ഡോക്ടർ ഒരു തുള്ളി രക്തം കൊടുത്ത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് മുതൽക്ക് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് കൂടും. അതിന്റെ റിസൾട്ട് ഒന്ന് അറിയുവോളം നമ്മുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമ്മുടെ ഭക്ഷണത്തിന് രുചി കുറയും, നമ്മുടെ സമാധാനാന്തരീക്ഷം തകരും, നമ്മുടെ ജോലിയിൽ പോലും ശ്രദ്ധിക്കാനാവില്ല. എന്തേ? നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഇന്ന കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. അതെ, മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസവും പരീക്ഷണവും തന്നെയാണ് ശാരീരികമായോ മാനസികമായോ ഒക്കെ രോഗം ബാധിക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിസ്കാരത്തിൽ നമ്മൾ എത്ര തവണ അള്ളാഹിനോട് ആഫിയത്തിന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും അറിയാറുണ്ടോ? 2 സുജൂദുകൾക്കിടയിൽ അള്ളാഹുവിനോട് ആഫിനി എന്നൊരു വാചകം പറയുന്നില്ലേ? ആരാ ഇത് അറിഞ്ഞു പറയുന്നവർ? ആരാണിത് ചിന്തിച്ചു പറയുന്നവർ? ഗൗരവത്തോടുകൂടി ഞാനും നിങ്ങളും ആലോചിക്കണം. അതുകൊണ്ട് റബ്ബേ, എന്റെ ദുന്യാവിൽ നീ എനിക്ക് നല്ല ആഫിയത്ത് തരണം. അടുത്ത വാചകം വഅഹ്ലി, എന്റെ കുടുംബത്തിന് ആഫിയത്ത് കൊടുക്കണം. ഞാനടങ്ങുന്ന എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ അരുമ സന്താനങ്ങൾ, എന്റെ മക്കൾ, എന്റെ പേരക്കുട്ടികൾ, ഞാനുമായി ബന്ധപ്പെട്ട എന്റെ മക്കൾ, അവർക്കൊക്കെ അല്ലാഹുവേ, എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും നീ ഇതൊക്കെ നൽകണം. അവരുടെ ദീൻ വളരെ സുരക്ഷിതമാവണം, അവരുടെ ദുന്യാവിൽ വളരെ ആഫിയത്തുണ്ടാകണം. ആ കാര്യമാണ്, കുടുംബത്തിന് വേണ്ടിയാണ് മൂന്നാമത് ചോദിക്കുന്നത്. മാലി, നാലാമത്തെ ഭാഗം, എന്റെ സമ്പത്തിൽ നീ ആഫിയത്ത് തരണേ. സമ്പത്തിന്റെ ആഫിയത്ത് എന്താണ്? അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് എനിക്ക് ഉപകാരപ്പെടുക, അതാണ് ബറക്കത്ത്. 1000ങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളും സാലറി കിട്ടിയിട്ടും കാര്യമില്ല, തനിക്കത് ഉപയോഗപ്പെടാത്ത ഒരവസ്ഥയാണെങ്കിൽ. മറിച്ച് 1000 ദിർഹമാണോ കിട്ടുന്നത്, അതെനിക്ക് കിട്ടിയിട്ട് അടുത്ത മാസമാകുമ്പോഴും 10 രൂപയെങ്കിലും എനിക്ക് ബറക്കത്തിന് മിച്ചമുണ്ട് എങ്കിൽ അല്ലാഹു അതിൽ ബറക്കത്ത് ചൊരിയുന്നുണ്ട് എന്നാണ് അർത്ഥം. നേരെ മറിച്ച് മല പോലെ വരുന്നു, മഞ്ഞ് പോലെ തീർന്നു പോകുന്നു. മാസാന്തം അവസാനമെത്തുമ്പോ ആളുകളോട് കൈനീട്ടേണ്ടി വരുന്നു. കടം തരാമോ എന്ന് പറഞ്ഞുകൊണ്ട്. റബ്ബേ, എന്റെ ധനം നശിച്ചു പോകുന്ന ഒരവസ്ഥ, പെട്ടെന്ന് എന്റെ ധനം ആരെങ്കിലും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ, ആരുടെയെങ്കിലും കയ്യിൽപ്പെട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ആരെങ്കിലും എന്നെ ആ മേഖലയിൽ ചതിക്കുന്ന ഒരവസ്ഥ, ഏത് വിധത്തിൽ എന്റെ സമ്പത്തിന് ക്ഷതം വരുന്ന ഏതെല്ലാം വഴികളുണ്ടോ അതിൽ നിന്നൊക്കെ നീ എനിക്ക് കാവൽ നൽകിക്കൊണ്ട് എന്റെ സമ്പത്ത് നീ സുരക്ഷിതമാക്കി നിലനിർത്തി തരണേ. എത്ര മനോഹരമായ അർത്ഥവത്തായ ദുആയാണ് സഹോദരങ്ങളെ. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുക. അല്ലാഹുമ്മസ്തുർ ഔറാത്തി. അല്ലാഹുവേ ഉസ്തുർ, അല്ലാഹുമ്മസ്തുർ എന്ന് നമ്മൾ ചേർത്തിട്ടാണ് പറയേണ്ടത്. അല്ലാഹുമ്മ വേറെ വേറെ പറയുമ്പോൾ അല്ലാഹുവേ ഉസ്തുർ ഇങ്ങനെ അർത്ഥം പറയുമ്പോഴൊക്കെ. മറിച്ച് വായിക്കുമ്പോൾ ചൊല്ലുമ്പോൾ എങ്ങനെ പറയണം? അല്ലാഹുമ്മസ്തുർ, അവിടെ പറയരുത്. കൃത്യമായി നമ്മൾ പഠിച്ചു ചൊല്ലണം. അല്ലാഹുമ്മസ്തുർ, അല്ലാഹുവേ നീ മറക്കണേ, നീ മറച്ചു പിടിക്കണേ, നീ ഗോപ്യമാക്കി വെക്കണേ.
ഔറാത്തി, എന്റെ പോരായ്മകൾ. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊക്കെ അറിയാം. നമ്മളാരും ഒരാളും മറ്റൊരാളും കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾക്കാണ് നമ്മുടെ ശരീരത്തിന്റെ ഗോപ്യഭാഗങ്ങൾ, രഹസ്യഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന ഔറത്ത് എന്നറിയപ്പെടുക. നമ്മുടെ ശരീരത്തിന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നു നമ്മൾ വസ്ത്രം കൊണ്ട്. അതേപോലെ തന്നെ ഒരാളും അത് കാണരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ സ്പെഷ്യൽ ഔറത്തുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശരീരം മുഴുവനും ആ നിലക്ക് തന്നെ അവർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ ഈ അർത്ഥത്തിൽ അവരുടേതായ ബാഹ്യമായ നിലക്കുള്ള ഔറത്ത്. അതോടൊപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യർക്ക് മാലോകരറിയാതെ മൂടി വെക്കണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന പല ഔറത്തുകളുമുണ്ട്. തനിക്കൊരുപാട് രഹസ്യ പാപങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മാലോകരറിയാതെ എന്റെ റബ്ബ് അത് മുഴുവനും മൂടി വെച്ച് തന്നതാണ്. ഇനി അത് ഞാൻ മരിക്കുന്നതിന്റെ മുമ്പ് വെളിപ്പെടരുതേ. ജനകോടികളുടെ മുമ്പിൽ വെച്ച് നാളെ മഹ്ശറിലും നീ അത് വെളിപ്പെടുത്തിയിട്ട് എന്നെ അപമാനിക്കരുതേ. എന്റെ പോരായ്മകൾ നീ മുഴുവനും മറച്ചു പിടിക്കണേ അല്ലാഹ്. അള്ളാഹുവിന്റെ പേരുകളിൽപ്പെട്ടതാണ് സിത്തീർ. അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ് സിത്തീർ, എല്ലാം മറച്ചു വെക്കുന്നവൻ. ആ വലിയ നിഅമത്ത് നമുക്ക് ചൊരിഞ്ഞു തരുന്നവനാണ് അള്ളാഹു. അള്ളാഹുവേ, എന്റെ പാപങ്ങൾ, എന്റെ പോരായ്മകൾ നീ മൂടിവെക്കണേ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മനഃപൂർവ്വം ഔറത്ത് വെളിപ്പെടുത്തി നടക്കുന്നവരെ ആലോചിച്ചു നോക്കുക. ഇന്ന് റീൽസുകളിലും അതേപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളിലും യൂട്യൂബുകളിലും കൊഞ്ചിക്കുഴഞ്ഞ് ആടിക്കൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിവേഴ്സുകളുടെ മുമ്പിൽ തന്റേതായ റവന്യൂ കിട്ടുവാനും തനിക്ക് വരുമാനം കിട്ടുവാനും വേണ്ടി കൊഞ്ചിക്കുഴഞ്ഞ് ശരീരത്തിന്റെ മറച്ചു വെക്കേണ്ടുന്ന ഭാഗങ്ങൾ ലക്ഷങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിച്ചു വരുമാനമുണ്ടാക്കുന്ന സഹോദരികൾ ചിന്തിക്കുക. അതല്ലാത്തവരും റോട്ടിലേക്ക് ഇറങ്ങുമ്പോ തന്റെ ശരീരത്തിൽ മറച്ചു വെക്കണം എന്ന് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഭാഗങ്ങളെ മറച്ചു വെക്കാതെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങൾ, അവർക്കെങ്ങനെ ഈ ദുആ ചൊല്ലാനാകും? അള്ളാഹുവേ, നീ എന്റെ ഔറത്തുകൾ മറച്ചു പിടിക്കണേ എന്ന് പറയുക. അതിനെതിരെ അവര് തന്നെ മനഃപൂർവ്വം പ്രവർത്തിക്കുക. അവർ ഈ ദുആ ചൊല്ലിയിട്ട് കാര്യമുണ്ടാകുമോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് മനസ്സറിഞ്ഞ് ചൊല്ലുന്ന ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ തന്റെ പോരായ്മകളോ തന്റെ നഗ്നതകളോ ആളുകളുടെ മുമ്പിൽ വെളിപ്പെടുത്താനാവില്ല. തീർച്ചയാണ്. കാരണം അവർക്കേ അത് ചൊല്ലാനാകൂ, അവരെ അത് നിലനിർത്തുകയുള്ളൂ. നിലനിർത്തുന്നവർക്ക് റബ്ബിന്റെ തൗഫീഖും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗം, അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി വആമിൻ. അല്ലാഹുവേ, നീ എനിക്ക് നിർഭയത്വം തരണേ. റൗആതി, എന്റെ പേടികളിൽ നിന്ന്. റൗഅത്തിന്റെ ബഹുവചനമാണ് റൗആത്ത്. എന്താണ് റൗഅത്ത് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൃദയത്തെ നടുക്കുന്ന പേടിക്കാണ് റൗഅത്ത് എന്ന് പറയാം. സാധാരണ പേടിയല്ല അത്, പെട്ടെന്നുണ്ടാകുന്ന ഒരു പേടി. ആ പേടിയിൽ മനുഷ്യൻ ഒരുപക്ഷെ പെട്ടെന്നവൻ കാർഡിയാക് അറസ്റ്റിലേക്ക് പോകും. അതല്ലെങ്കിൽ അവൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചു വീഴും. മറ്റേതെങ്കിലും ടെൻഷൻ അവനക്കുണ്ടാകും. എന്തൊക്കെ ഹൃദയങ്ങളെ അലോസരപ്പെടുത്തുന്ന, മനസ്സിനെ നടുക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പേടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് വരുമോ, ഇത് വരുമോ, ഇങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കുമോ, ഞാൻ എന്താകും, എന്റെ കുട്ടികൾ എന്താകും, എന്റെ മക്കൾ എന്താകും, എന്റെ ഭർത്താവ് എന്താകും, 100 കൂട്ടം കാര്യങ്ങളെ കുറിച്ചുള്ള പേടികൾ നമ്മുടെ മനസ്സിലുണ്ട്. റബ്ബേ, ആശ്വാസവും ശാന്തിയും എന്റെ മനസ്സിന് നൽകേണ്ടത് നീയാണ്. ആമീൻ, നീ നിർഭയത്വം നൽകണേ. റൗആതി, എന്റെ സർവ്വ പേടികളിൽ നിന്നും നീ എനിക്ക് നിർഭയത്വം നൽകണേ. അടുത്ത പാർട്ട് ചിന്തിക്കുക. അല്ലാഹുമ്മ ഹ്ഫദ്നി, അല്ലാഹുവേ, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യണേ, നീ എന്നെ കാത്തുകൊള്ളണേ, നീ എന്നെ സംരക്ഷിക്കണേ. എവിടെ നിന്നെല്ലാം? മിൻ ബൈനി യദയ്യ, മുന്നിലൂടെ വരുന്ന അറ്റാക്കുകളിൽ നിന്ന്. മുന്നിലൂടെ ഏതെങ്കിലും ഞാൻ അറിയാതെ വല്ല അറ്റാക്കുകളും എനിക്ക് വരുമോ? വാഹനം ഓടിക്കുന്നു നമ്മൾ, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ വന്ന് ഇടിക്കാം. എത്ര ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ സംഭവിക്കാം. അതേപോലെ തന്നെ വമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്ന്. നമ്മൾ നല്ല നിരക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടാവും, പിന്നിലൊരുത്തം വന്ന് ഇടിക്കും. ഇതൊക്കെ മനുഷ്യന്റെ പ്രാർത്ഥന. അത് മാത്രമല്ല, സാമ്പിൾ ഉദാഹരണം പറയാണ്. നിത്യജീവിതത്തിൽ നമ്മളൊക്കെ കാർ ഓടിക്കുന്നവരുണ്ട്, പലരും അല്ലേ, യാത്രക്കാരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്. എന്തൊക്കെ സംഭവിക്കാം? മുന്നിൽ നിന്ന് വരുന്ന രൂപത്തിലുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? നിന്റെ കാവല് വേണം. അമിൻ ഖൽഫി, എന്റെ പിന്നിൽ നിന്നുണ്ടായേക്കാവുന്ന ഏതെങ്കിലും പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ടോ? റബ്ബേ, നിന്റെ കാവല് വേണം. വഅൻ യമീനി, വലതുവശത്തുകൂടെ സംഭവിക്കാവുന്ന ആപത്തുകളിൽ നിന്ന് നിന്റെ കാവൽ എനിക്ക് തരണം.
വഅൻ ശിമാലി, എന്റെ ഇടതുവശത്തു നിന്ന് വന്നേക്കാവുന്ന ആപത്തുകളിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണം. വമിൻ ഫൗഖി, എന്റെ മുകളിൽ നിന്ന് സംഭവിക്കാവുന്ന ആപത്തുകളിൽ നിന്ന്. അതെ, ഇന്നും ലോകത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകാശങ്ങളിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യോമമേഖലയിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലവിധത്തിലുള്ള അറ്റാക്കുകളുണ്ട്, പലവിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ചിതറിത്തെറിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനോട് കാവൽ തേടുക. ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തെ ഇമാറാത്തിനെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ഈ ഇമാറാത്തിന്റെ ആകാശം, ഈ ഇമാറാത്തിന്റെ ബർറും ബഹറും സമാവും ഒക്കെ അള്ളാഹു അതിന് പ്രത്യേകമായ കാവൽ കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ മറന്നുപോകരുത്, നമ്മുടെ രാജ്യത്തെ മറന്നുപോകരുത്. നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തേടുമ്പോൾ ആ രാജ്യത്ത് എവിടെയാണ് നമ്മൾ നിവസിക്കുന്നത്, ആ രാജ്യത്തിന്റെ കാവലിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഹഫ്ളിൽ ഇമാറ ബർറഹ വബഹറഹ വസമാഅഹ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അതെ, അതൊക്കെ ഇതിൽ ഉള്ളടങ്ങി സഹോദരങ്ങളെ. ഇനി മുകളിൽ നിന്ന് വരുന്ന എന്തെല്ലാം അറ്റാക്കുകൾ ഉണ്ടാവാം, അതൊക്കെ നമുക്കിന്ന് പറയാതെ തന്നെ അറിയാം. മറ്റുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, അതേപോലെ ഒട്ടേറെ കാര്യങ്ങൾ. അവസാനം പറയാണ് വഅഊദു ബിഅളമതിക, അല്ലാഹുവേ, നിന്റെ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് നീ മഹാനാണ്, നിനക്കെല്ലാത്തിനും കഴിയും, നീ വലിയ അളീമായ റബ്ബാണ്. ആ റബ്ബേ, നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. അൻഉഗ്താല, ഞാൻ ആക്രമിക്കപ്പെടുന്നതില്ലെന്ന്, കൊടും ചതിയിൽ അകപ്പെടുന്നതില്ലെന്ന്. എവിടുന്ന്? മിൻ തഹ്തി, എന്റെ അടിഭാഗത്തുകൂടെ, ഭൂമിയിൽ ഞാനറിയാത്ത ചതികളിൽ ഞാൻ വീണുപോകരുത്. ചതിക്കുഴികൾ, അതേപോലെ തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ, ഭൂകമ്പങ്ങൾ, എർത്ത്ക്വേക്കുകൾ, ഇങ്ങനെയുള്ള പലതും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. തീർന്നില്ല. ലാൻഡ് മൈനുകൾ, കുഴി ബോംബുകൾ, അതേപോലെ തന്നെയുള്ള ഒട്ടേറെ എന്തും സംഭവിക്കാവുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകമൊട്ടാകെ എവിടെയും മനുഷ്യർ അവരുടേതായ അവർ നടന്നു പോകുന്ന വഴികളിൽ ഇഴജന്തുക്കളിൽ നിന്ന് ഷർറുണ്ടാകാം. അതേപോലെയുള്ള ഒരുപാട് മേഖലകളിലൂടെ, ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് അറ്റാക്കുകളും, ഏതൊക്കെ മാർഗത്തിലൂടെ ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. 6 മാർഗവും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 6 മാർഗത്തിലൂടെ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. മുന്നിൽ നിന്ന്, പിന്നിൽ നിന്ന്, വലതുവശത്തു നിന്ന്, ഇടതുവശത്തു നിന്ന്, മുകളിൽ നിന്ന്, താഴെ നിന്ന്, 6 മാർഗത്തിലൂടെയും റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതൊഴിവാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതൊഴിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കങ്ങനെ മനസ്സ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലത്തും ഇത് ഒരിക്കലും ഉപേക്ഷ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന ഈ കാര്യം, ഇതിനെക്കുറിച്ച് പ്രത്യേകം അൽ മുദാവമത്തു അലാ അദ്കാരിസ് സബാഹി വൽ മസാ, അദ്കാറുസ് സബാഹും അദ്കാറുൽ മസാഉം ഒക്കെ വളരെ നിത്യമായി നിലനിർത്തിയിരുന്ന മുത്ത് മുസ്തഫ അത് നമ്മളോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഫഹുവ സബബുൻ, അത് കാരണമാണ്. ലിഹിഫ്ളില്ലാഹി തആല ലനാ, അത് നമുക്ക് അല്ലാഹു തരുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള തേട്ടമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ ചോദിച്ചത്, വലി ഉസരിന, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പോലും അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ വസിയത്ത് നൽകിയതാണ്. യഹ്ഫളില്ലാഹ് യഹ്ഫളില്ലാഹ യഹ്ഫളുക, യഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹിന്റെ കാവൽ കിട്ടണമെങ്കിലുള്ള ഏറ്റവും വലിയ ഉപാധി എന്താണ്? നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താ അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നതിന്റെ ഇടക്ക് ഓർമ്മ വെച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും നീ ചെയ്യരുത് മനുഷ്യ. നിന്നോട് നിർബന്ധമാക്കിയ കടമകളും നീ മുഴുവനും ചെയ്യണം. അതിന്റെ പുറമേ കിട്ടുന്ന സുന്നത്തുകളൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടും. നിന്നോട് എനിക്ക് ഇഷ്ടമായാൽ നീ എന്നോട് ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം തരും. നീ എന്നോട് കാവൽ തേടിയാൽ ഞാൻ കാവൽ തരും എന്നൊക്കെ പറഞ്ഞ മഹത്വമേറിയ ആ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ യഹ്ഫളുക, റബ്ബിന്റെ ഓഫറാണ്. ആ ഓഫർ അള്ളാഹു ലംഘിക്കുകയില്ല. യഹ്ഫളുക, അവൻ നിന്നെ കാത്തുകൊള്ളും. യഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്ക്. തജിദുഹു തുജാഹക, നിന്റെ മുമ്പിൽ നിനക്ക് അവനെ കാണാം. നീ പ്രയാസപ്പെടേണ്ടി വരില്ല, നീ കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ദുആ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, എല്ലാവരും ഒന്ന് മനസ്സിൽ അതേറ്റു ചൊല്ലുക.
اللهم إني أسألك العافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي اللهم استر عوراتي وآمن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ നിലനിർത്തുവാനും എല്ലാ അർത്ഥത്തിലും നമുക്കുള്ള കാവൽ അല്ലാഹ് മാത്രമാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റഹീമീൻ. അല്ലാഹുവാണ് ഏറ്റവും വലിയ നമ്മുടെ കാവൽക്കാരൻ. നമുക്ക് കാവൽ തേടാനും നമുക്ക് അഭയം തേടാനും ഒരു പടപ്പുമില്ല. എത്ര വലിയവരായാലും കാവൽ തേട്ടത്തിനും അതേപോലെ തന്നെ സഹായത്തേട്ടത്തിനും നമുക്ക് റഹ്മാനായ റബ്ബ് മാത്രമേ ഉള്ളൂ. അത് മുത്ത് മുസ്തഫ പറഞ്ഞതാണ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നീ സഹായം തേടുകയാണെങ്കിൽ ആത്യന്തികമായി നീ അല്ലാഹുവിനോട് മാത്രം സഹായം ചോദിക്കണമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കും, കേട്ട് പിന്നാണ് മറക്കും. അങ്ങനെ ആവരുത്. ഒരുപാട് പഠിക്കലല്ല, പഠിച്ച അറിവനുസരിച്ച് പ്രവർത്തിക്കലാണ് നാഫിയായ ഇൽമ്. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പഠിക്കുക, കൂടുതൽ പഠിക്കുക, പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. റബ്ബ് നമുക്ക് ബറക്കാത്തുകൾ ചൊരിയട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ, എല്ലാ അർത്ഥത്തിലും അവന്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. അല്ലാഹുമ്മ ഹ്ഫദ്നാ വ ഉസ്റനാ വ ഖിയാദതനൽ ഹകീമ വ വതനനാ മിൻ കൈദിൽ ഖായിനീൻ وشر الحاسدين اللهم اكفنا شرهم واكشف غدرهم وادفع عنا ضرهم وصل اللهم وسلم وبارك على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.